ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരു മാഷിനെ തന്നെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ഉദയഭാനുവും ഭാര്യയും. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പഠിത്തവും തർക്കവും വഴക്കും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ദേവിയുടെ പാട്ട് വരെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഞാനൊരു സത്യം മോളോട് പറയട്ടെ. പറഞ്ഞോ മാഷേ. മോൾക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു. മോൾക്ക് പാട്ടിൻ്റെ ABCD അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദയഭാനുവിൻ്റെയും ഭാര്യയുടെ നാവല്ലേ, വെറുതെ ഇരിക്കുമോ? അദ്ദേഹത്തിന് അവിടെ ഇട്ട് പൊരിച്ചെടുക്കുവാണ് അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്ന്. അങ്ങനെ അതെല്ലാം കൂടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ആര്യനെയും മിത്രയെയും കാണാനായിട്ട് ആ ഒരു സാറ് വരുന്നത്. അദ്ദേഹം വന്നു. അദ്ദേഹം മിത്ര കൊടുത്ത ജിലേബി എടുത്ത് കഴിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എന്ന്. അയ്യോ, അതെന്താ സാറ് പറയാതിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും കഴിക്കാൻ തരുമായിരുന്നല്ലോ എന്ന് മിത്ര പറയുമ്പോൾ, അത് പിന്നെ മിത്ര, ചില സമയങ്ങളിൽ നമ്മൾ മധുരം കഴിക്കേണ്ടടുത്ത് മധുരം തന്നെ കഴിക്കണം, എങ്കിലേ ആ സമയം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആര്യനെ കണ്ട ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? അത് ആര്യനോട് പെട്ടെന്നൊരു ഇഷ്ടം തോന്നും. അതുകൊണ്ടാണ് ആര്യൻ്റെ ഭാര്യ മിത്രയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ആ സാറ് പറയുക. ദേ, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു മക്കളെ എന്നാ സാറ് പറയുക. അത് കേട്ടപ്പോൾ ആര്യനും മിത്രയ്ക്കും അതിലേറെ സന്തോഷമായിട്ടോ. ഒരു മകൻ്റെയും മകളുടെയും അടുത്തെത്തുമ്പോൾ ഞാൻ തീർച്ചയായും മധുരം കഴിക്കണ്ടേ എന്നാ സാർ ഇങ്ങനെ ഇവരോട് ചോദിക്കുക. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും രണ്ടുപേരും ലക്കിയാണ്. നിങ്ങളുടെ രണ്ടുപേരെയും കണ്ടാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ആ സാർ ഇവർക്കൊരു കോംപ്ലിമെൻറ്റും കൊടുത്തു. ദേ, ആര്യൻ മിത്രയെ പറ്റി വർണ്ണിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ആര്യൻ എന്നെപ്പറ്റി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മിത്ര ചോദിച്ചപ്പം, അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ ഒരാൾ മറ്റൊരാളെ പറ്റി പറഞ്ഞത് പറയാൻ നമുക്ക് റൈറ്റ്സ് ഇല്ലല്ലോ മോളെ എന്ന് ഈ സാറ് പറയാം. ഭർത്താവിനോട് നേരിട്ട് തന്നെ ചോദിച്ചാൽ മതി എന്നും പറഞ്ഞു. ചോദിക്കേണ്ട താമസമുള്ളൂ, ഇപ്പോൾ പറയും. പെരുമഴ പെയ്യുന്നത് പോലെ കുറ്റം പറയുന്നു മിത്ര മനസ്സിൽ അന്നേരം പറയാം. ആര്യൻ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. താനിപ്പോൾ ആലോചിച്ച കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ആലോചിച്ചത് എങ്ങനെ സാറിന്? അപ്പോൾ IAS മിത്ര ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. ആര്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. എങ്ങനെയും തന്നെ പഠിപ്പിച്ച് ഒരു IAS കാരി ആക്കണമെന്നുള്ളതാണ് ആര്യൻ്റെ ആഗ്രഹം. സ്വന്തം ഭാര്യയെ ഉയർന്ന നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് കാണും? വെരി റെയർ. അപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ട് സാർ ആര്യനെ പറ്റി കുറേ സ്വപ്നങ്ങളെന്നും മിത്ര പറഞ്ഞപ്പോൾ, എന്ത് സ്വപ്നമാണെന്ന് ചോദിച്ചപ്പോൾ എന്നേക്കാൾ ബുദ്ധിയും ബോധവും അല്ലെങ്കിൽ ഒരു കാര്യപ്രാപ്തിയും ഒക്കെ ആര്യന് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഒരു ഓളിനോളെന്ന് തന്നെ പറയാം സാർ. പിന്നെ ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച അതിനു വേണ്ടി എന്തുമാത്രം പോരാടാനും എത്ര കഷ്ടപ്പാട് സഹിക്കാനും തയ്യാറായിട്ടുള്ള ഒരാളാണ് ആര്യൻ. അപ്പോൾ പിന്നെ പഠിത്തം ഉപേക്ഷിച്ച് നടക്കുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ലേ സാർ എന്നും ഇത്ര ചോദിക്കുക കേട്ടോ. ആര്യൻ എത്തേണ്ട ഹൈറ്റ്സിൽ എത്തണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹമെന്നും ഇത്ര ഇങ്ങനെ പറയുന്നു. ആര്യൻ ഇതൊക്കെ ആയിട്ട് വിഷമിച്ച് നിൽക്കുക. എൻ്റെ താഴെയല്ല, എനിക്കൊപ്പമോ എൻ്റെ മുകളിലോ ആര്യനെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഇത്ര ആ സാറിനോട് പറയുമ്പോൾ സാറ് പോലും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ ആര്യനും അത്ഭുതത്തോടെ ഇങ്ങനെ മിത്രയെ നോക്കുവാണ്. ആ സമയത്ത് ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാറ് വിളിച്ചു. സ്നേഹത്തിന് വലിയൊരു കുഴപ്പമുണ്ട് എന്ന് നമ്മുടെ സാറ് പറയാം. സ്നേഹിക്കുന്നവർ പരസ്പരം നോക്കി നിന്നാലേ സമയവും കാലവും ഒക്കെ പറന്ന് പോകുന്നത് നമ്മൾ ആരും അറിയില്ല എന്നാ സാർ ഇങ്ങനെ പറഞ്ഞതിനർത്ഥം ഞാൻ ഇറങ്ങുകയാണെന്നാ, ഇനിയും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല എന്ന്. അപ്പം അങ്ങനെ മക്കൾ നന്നായി വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാറ് കുറേ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. എന്തായാലും നിങ്ങൾക്ക് പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ വിജയിക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും, അത് മതിയെന്നും പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ, നീ എന്തിനാ എന്നെപ്പറ്റി സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ആര്യൻ മിത്രയോട് ചോദിച്ചപ്പം മിത്ര ചോദിച്ചു, ആര്യൻ എന്താ എന്നെപ്പറ്റി സാറിനോട് പറഞ്ഞതെന്ന്. അതൊന്നുമില്ല, നീ പോയി ടവലിങ് എടുത്തോണ്ട് വാ, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുക. അർത്ഥവും വ്യാഖ്യാനവും വ്യവകലനവും ഒക്കെ നമുക്ക് പിന്നീട് ആവാമെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ മിത്ര അകത്തേക്ക് കയറി പോണു. ആര്യൻ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആനന്ദിനെയാണ് കാണിക്കുന്നത്. ആനന്ദ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അമ്മ ചായ ആയിട്ട് ചെല്ലുന്നു. അമ്മ എനിക്കാണമ്മ ചായ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. മകനെ ചായയും കൊടുത്തു. അതെ, ചൂട് വാർത്ത നല്ല ചൂട് ചായക്കൊപ്പം വായിക്കണം, എന്നാലൊരു സുഖമുള്ളൂ എന്ന് ആനന്ദ് പറയുക. അപ്പം അത് കൊള്ളാമല്ലോ, ആഡംബരം ഒരാൾക്ക് മാത്രം പോരല്ലോ, ഒരു ഷീറ്റ് എനിക്കും കൂടെ തരാൻ പറഞ്ഞു അമ്മ. ഒന്ന് വെറുതെ ഇരിക്കാമ്മേ, ഞാൻ വായിച്ചിട്ട് തരാമെന്ന് ആനന്ദ്. എടാ, ഒരു ഷീറ്റ് മതിയെന്നേ, അത് താടാ
എല്ലാം കൂടെ ഒരുമിച്ചാണ് നീ വായിക്കുന്നതെങ്കിൽ തന്നേടാന്ന് പറഞ്ഞ് അമ്മ തട്ടിപ്പറിച്ച് മേടിക്കുക. അങ്ങനെ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയി. ഈ അമ്മയുടെ ഒരു കാര്യം, പത്രം ഇവിടെ വെറുതെ കിടക്കും, ആർക്കും വായിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അതുവഴി ഒരു കാറ് വരുന്നു. അപ്പോൾ ആനന്ദും ഗോമതി ഇത് കണ്ടു. അപ്പോൾ ഇവരുടെ വീടിൻ്റെ മുന്നിലാണ് കൊണ്ടുവന്ന് കാറ് നിർത്തിയത്. ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ചെല്ലുക. ആരാ എന്ന് ചോദിച്ചു. ഇതല്ലേ മിസ്റ്റർ ബാലൻ്റെ വീടെന്ന് ചോദിച്ചു. അപ്പോൾ ഗോമതി സ്റ്റോർ ഉടമ ബാലൻ, അതെ ഇത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രം അവിടെ വെച്ചിട്ട് ഗോമതി ഇറങ്ങി ചെല്ലും. അപ്പോഴേക്കും മീനു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അമ്മേ എന്താ അമ്മേ, ആരാമ്മേ എന്ന് ചോദിച്ച്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട്, ഞങ്ങൾ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് വരിക, നിങ്ങളുടെ സ്വപ്നവാഹനം റെഡിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് ആനന്ദ. മിസ്റ്റർ ബാലൻ ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുള്ളൊരു കസ്റ്റമറാണ് എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹത്തിനൊരു കാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒട്ടും മടിച്ചില്ല, അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരുകയായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ ഇത് കാറ് വാങ്ങിച്ചു, ബാലേട്ടൻ കാറ് വേണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ഗോമതി. തീർച്ചയായും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാറായതെന്നൊക്കെ അയാൾ ഇങ്ങനെ പറയും ഇവരോട്. മോനെ കോളടിച്ചല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ. അപ്പോൾ അതെന്താ അമ്മയെന്ന് ചോദിച്ചു കേട്ടോ ആനന്ദ. അച്ഛൻ ഇപ്പോൾ ഒരു കാർ വാങ്ങാൻ തോന്നണമെങ്കിൽ ഈ കാർ ആർക്കുള്ളതാണെന്ന് ചോദിച്ചു. ആർക്കുള്ളതാ? സംശയിക്കാൻ എന്താടാ ഇരിക്കുന്നേ, നിനക്കും ശ്രീദേവിക്കും ഉള്ളതല്ലേടാന്ന് ചോദിച്ചു. അപ്പോൾ മീനുവിൻ്റെ മുഖം വാടിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് മീനു ഇങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് ചിരിക്കാം. അടിപൊളിയായിട്ടുണ്ട്, ആനന്ദേട്ടൻ ഇനിയിപ്പോൾ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകുന്നത് ഇതുപോലൊരു കാറിനും ആകാമല്ലോ അല്ല അമ്മേ എന്ന് മീനു ചിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ ആനന്ദ്. അപ്പോൾ എന്തിനാ സംശയിച്ച് നിൽക്കുന്നത്, ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഇങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഈ സമയത്താണ് ധർമ്മനും ബാലനും ആകാശും കൂടെ നടന്നു വരുന്നത്. അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ ഒരു കയറ്റം കയറി വരിക. അപ്പോൾ കയറ്റം കയറി വരുന്നു. മക്കൾ രണ്ടുപേരും മടുത്തു. ഈ സമയം മകനും മടുത്തു, അതുപോലെ ധർമ്മനും മടുത്തു. അയ്യോ എനിക്കിനി വയ്യേ, ഞാനിനി ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ, നിനക്ക് എന്താണ് നീ നടക്കാൻ പറഞ്ഞു ധർമ്മൻ. അച്ഛനെ നേരം വെളുത്ത് ലോകം മുഴുവൻ ചുറ്റണം, അതിന് നമ്മളെ കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. തന്നെ നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മളെയും കൂട്ടി അച്ഛൻ വന്നത്, അത്ര ഉള്ളല്ലാണ്ട് നമ്മളോട് വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതെ തനിയെ നടക്കാൻ വൈകി നമ്മളെയും കൂടെ കൂട്ടണം, അല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കല്ല വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മനും ദേഷ്യപ്പെട്ടു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലൻ കുറേ കയറിപ്പോയിട്ട് ബാലൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കണ്ടില്ല. നിങ്ങളെന്താ വരുന്നില്ലേ എന്ന് ചോദിച്ചു. വരുവാളിയാന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഓടി പുറകെ. അപ്പോൾ എൻ്റെ കല്യാണക്കാരിയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്നത് കാര്യമായില്ലേ, അപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല അച്ഛാ, ദേ മാമൻ സ്വന്തമായിട്ട് കൈ നെട്ടതാണെന്ന് പറഞ്ഞു ഈ ആകാശ്. അതെനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തായാലും കല്യാണം ഒന്ന് നടത്താൻ പറ്റും എന്ന് ബാലനോട് ചോദിക്കുക ധർമ്മൻ. ദേ ആളീന് എനിക്കൊരു ഉത്തരം തന്നേ പറ്റുമെന്ന് പറഞ്ഞപ്പം ദേ അടുത്തൊന്നും നീ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു. ആനന്ദിൻ്റെ കല്യാണം നടത്താൻ പോകുന്ന വഴിയിൽ ചിലവ് എത്രയാണെന്ന് നിനക്കറിയാവോ എന്ന് ബാലൻ ധർമ്മനോട് ചോദിക്കുക കേട്ടോ. ധർമ്മ, പണ്ടാണ് കല്യാണം കഴിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ആണുങ്ങൾക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിശ്ചയവും കല്യാണം എല്ലാം പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാം നമ്മുടെ തലയിൽ വന്നിരിക്കുകയല്ലേ. ഇപ്പം കാലം മാറി, എല്ലാം ആണുങ്ങൾ ചെയ്യണം. കാരണം ആണുങ്ങൾക്ക് ഡിമാൻഡില്ല, പെണ്ണുങ്ങൾക്കാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞപ്പം അയ്യോ ഞാനും വേണേൽ അങ്ങോട്ട് സ്വർണ്ണിട്ട് കൊടുത്ത് കെട്ടിക്കോളാം ആളിയാ എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യടാ അതിനെന്തിരിക്കുന്നു നിന്റെ കയ്യിലെന്ന് ചോദിച്ചു. അയ്യോ കയ്യിലല്ല, കാതിൽ, ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാതിൽ കിടക്കണം ആ ഒരു വളയം കാണിച്ചു കൊടുക്കാം. ഈ മുക്കുകൊണ്ട് ഇട്ടാലേ കിട്ടും നിനക്ക് ഐശ്വര്യറായനെന്ന് പറഞ്ഞ് ധർമ്മനെ കളിയാക്കുവാട്ടെ ഈ ബാലൻ. ദൈവത്തെ പോലും മറന്ന് ഓരോ അഹങ്കാര വർത്തമാനങ്ങൾ മാത്രമാണ് ഈ ബാലൻ പറയുന്നത്. എന്നാൽ പിന്നെ അളിയനൊരു കുറച്ച് സ്വർണ്ണം ഉണ്ടാക്കി എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ പറഞ്ഞു ധർമ്മൻ. നല്ല പാട് തന്നെ. എന്തിനും ഏതിനും ആനന്ദിൻ്റെ കല്യാണത്തിൻ്റെ കടം തീരണം. ഞാൻ തന്നെ പുതിയ ചിലവുകളൊക്കെ ഏറ്റെടുക്കാതിരിക്കുക, അപ്പോഴാ നിൻ്റെ പോടാ അവിടെ നിന്ന് പറഞ്ഞു ബാലൻ. അതെ എൻ്റെ പൊന്നും മാമ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നാണക്കേടാ എൻ്റെ പൊന്നു മാമ എന്ന് ആകാശ് പറഞ്ഞപ്പോൾ പോടാ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു ധർമ്മനെ. ധർമ്മൻ പാവം പെരുവഴിയിലുമായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനോട് ഒരാൾ ബാലേട്ടാ കലക്കി കേട്ടോ, കാറൊക്കെ എടുത്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആകാശം ധർമ്മനും അങ്ങോട്ടേക്ക് വരുന്നു. കാറോ എന്നും പറഞ്ഞു. കാർ എടുത്തുന്നോ? ആര്? അപ്പോൾ ദേവമംഗലത്തെ മുറ്റത്ത് കാർ എടുക്കണമെങ്കിൽ അത് ബാലേട്ടനല്ലാതെ വേറെ ആരെടുക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ. ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് കാറോ? ചിലപ്പോൾ വീട് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞപ്പം ചെന്ന് നോക്കൂ ബാലേട്ടാ, അപ്പം അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. ബാലൻ പോലും അറിഞ്ഞില്ല വീട്ടിൽ കാറോ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ 3 പേരും കൂടെ അങ്ങ് ചെല്ലുമ്പോൾ കാണുന്നത് വീട്ടുമുറ്റത്ത് ഒരു കാറ്. അപ്പോൾ എന്തൊരു നുണയാ മനുഷ്യർ പറയുന്നത്, കാറ് വന്നെന്ന്. കണ്ണി കണ്ടതുപോലെയാണല്ലോ അയാൾ ഓരോന്ന് അടിച്ചു വിട്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളെന്താ നടക്കാൻ പോയിട്ട് വേഗം നിങ്ങൾ പോകുന്നു ഗോമതി ഇങ്ങനെ ഇവരോട് ചോദിക്കുക. ഗോമതിയോട് ഈ കാറിൻ്റെ കാര്യം ഒരു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കണമെന്ന് ധർമ്മനോട് ബാലൻ. അപ്പോൾ നാട്ടുകാരോരോ നുണ പറയുന്നത്, ഇവിടെ കാറ് വന്നെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ആരായിരിക്കും എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഓടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതിനെന്തിനാ ടെൻഷൻ എന്ന് ചോദിച്ചു. അല്ല കല്യാണം പ്രമാണിച്ച് ആനന്ദ് കാർ എടുക്കാമെന്ന് വല്ല തീരുമാനിച്ചോ എന്ന് സംശയിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവരിങ്ങനെ നെട്ടി നിൽക്കുക. അളിയനോട് പറയാതെ അവൻ മുറ്റത്തിറങ്ങി അല്ല
മുല്ലപ്പൂ പോലും പറിക്കില്ലല്ലോ, അതാ എന്നും പറഞ്ഞിട്ട് ധർമ്മൻ ഇങ്ങനെ നിൽക്കുക. ആനന്ദ് കാറ് കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഇവരാണെങ്കിൽ അപ്പോൾ ബാലേട്ടൻ പറഞ്ഞു വിട്ടല്ലേന്ന് ചോദിച്ചു. അല്ല, ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഇവരവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും കാറ് ഓടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി ഇങ്ങനെ നോക്കുക. നമ്മുടെ ആനന്ദ് കാറിൽ നിന്ന് ഇറങ്ങി, അതുപോലെ തന്നെ കാറിൽ പോയ ആളും ആ കൂടത്തിലുണ്ടായിരുന്നു. ആനന്ദ് ഭയങ്കര ഹാപ്പി ആട്ടോ. നോക്കുമ്പോൾ ശരിയാ, കാറ് മുറ്റത്ത് വന്നിരിക്കുന്നു, ആനന്ദ് അത് ഓടിച്ചിരിക്കുന്നു. എല്ലാവർക്കും മൊത്തത്തിൽ കൺഫ്യൂഷനായി. ആനന്ദ് വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ വരുമ്പോൾ, അച്ഛാ ദേ കൊള്ളാം അച്ഛാ, നല്ല വണ്ടിയാണെന്ന് ആനന്ദ് പറഞ്ഞു. പിന്നെ ഓടിക്കാനൊക്കെ ഭയങ്കര സുഖമാണെന്നും. അമ്മേ നല്ല വണ്ടി കേട്ടോ അമ്മേ എന്നൊക്കെ പറയുവാണേ. പിന്നെ ശ്രീദേവി അല്ല, അമ്മയെയും ഏട്ടത്തെയും കൂട്ടിയാണ് അമ്മയെ ഇരുത്തി ഞാൻ ആദ്യം ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞു. അയ്യോ മോനെ, അതിന് അച്ഛൻ ഒരു കാറും ബുക്ക് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന് ഗോമതി പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു നിൽക്കും ആനന്ദ്. എന്താ ഇത്? അപ്പം അച്ഛാ ഇല്ല മോനെ, ഞാൻ വണ്ടി ബുക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അത് സാരമില്ല സാർ, ഇനിയിപ്പോൾ നാളെ ബുക്ക് ചെയ്താലും മതി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറയും കാർ കൊണ്ട് വന്നയാൾ. അപ്പോൾ ബാലൻ ഇയാൾക്ക് അരികിലേക്ക് ചെന്നു. താനാണോടോ ഞാൻ കാറ് ബുക്ക് ചെയ്തു എന്നിവരോടൊക്കെ പറഞ്ഞത്? അപ്പം അതെ സാർ കാറ് ബുക്ക് ചെയ്താൽ എന്തായാലും ഈ വീട്ടിലുള്ളവർ എങ്ങനെ പെരുമാറുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. വന്നവൻ മുട്ടൻ പണിയാണ് ബാലന് കൊടുത്തത്. താൻ കാണിച്ചത് തെമ്മാടിത്തരമല്ലേ എന്ന് ചോദിച്ചു. മുൻകൂട്ടി അനുവാദം ചോദിച്ചിട്ടോ പറഞ്ഞിട്ട് വേണം ഇങ്ങനെ കാറൊക്കെ ആയിട്ട് വരാനെന്ന് പറയുമ്പോൾ, സാരമില്ല സാർ, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട സമയത്ത് തന്നെ മുറ്റത്ത് വണ്ടി എത്തിയില്ലേ എന്ന് ഇയാൾ ബാലനോട് ചോദിക്കും. ആർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്ത് സംഭവമെന്ന്. ഇതിന് സമയത്ത് പൈസ കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ, തീർച്ചയായും സാർ കൊടുക്കണം, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ബാലൻ ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഡീറ്റെയിൽസ് എൻ്റെ കിട്ടിയെന്ന് ചോദിച്ചപ്പം, സാർ കമ്പനിയുടെ നമ്പറിലേക്ക് വിളിച്ചിരുന്നില്ലേ, അവിടുന്ന് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വന്നിരുന്നു, സാറിൻ്റെ ആവശ്യം അറിഞ്ഞ വണ്ടിയുമായി ഞാൻ വന്നതാണ് സാർ എന്ന് പറഞ്ഞു. എൻ്റെ ആവശ്യം തിരിച്ചടവ് വേണ്ടാത്ത വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു കാറുണ്ട് അളിയാ എന്ന് നമ്മുടെ ധർമ്മം പറഞ്ഞു. എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കുക. അപ്പോൾ അതേത് കാർ? എന്ത് കാറ്? ഈ കാറ് തന്നെ എന്ന് ധർമ്മൻ. ബാലൻ്റെ ദേഷ്യം വന്നു. ബാലൻ കലിപ്പോടെ ഇങ്ങനെ നോക്കുക കേട്ടോ ധർമ്മനെ. അതെങ്ങനെയാടാന്ന് ചോദിച്ചു. ആദ്യം വാങ്ങുമ്പോൾ തന്നെ മുഴുവൻ പേയ്മെൻറ്റും അടച്ചാൽ മതി, പിന്നെ നോ പേയ്മെൻറ്റ് അളിയാ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ ഒരു ഒറ്റ ചിരി. അപ്പോഴേക്കും ഇവരെല്ലാവരും ധർമ്മനെ ഇങ്ങനെ നോക്കുക. തീറ്റില്ല, ധർമ്മൻ ഇങ്ങനെ ആകെ ചളിയായിട്ട് നിൽക്കുക കേട്ടോ. എത്ര പെട്ടെന്ന് പോകാൻ നോക്കുക, പോകുമ്പോൾ ഇതും കൂടെ കൊണ്ടുപോക്കോ, ഇവനെയും കൊണ്ടുപോക്കോ, ശല്യം എന്നും പറഞ്ഞുകൊണ്ട് ബാലനകത്തേക്ക് കയറിപ്പോയി. അയ്യോ അളിയാ എന്നെ കൊണ്ടുപോലെ, എന്നെ കൊണ്ട് വിടുത്തുവിടില്ല അളിയാന്ന് പറഞ്ഞു ധർമ്മം പാവം ഓടുമ്പോഴേക്കും. അങ്ങനെ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ ആകാശം. അങ്ങനെ ആനന്ദിന് ഭയങ്കര വിഷമമായിപ്പോയി. ആനന്ദ് ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര സ്വപ്നമൊക്കെ കണ്ടതല്ലേ. എല്ലാവരും കൂടി ഇരിക്കുന്നു. അപ്പോൾ തന്നെ ഗോമതിയും തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ബാലൻ, എന്താ ഗോമതി നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. ഒരു കാറ് കണ്ടപ്പോഴത്തേക്ക് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് പോയോ എന്നിങ്ങനെ ബാലൻ ചോദിച്ചപ്പോൾ, ഒരു കാറ് കണ്ട ഉടനെ കണ്ണ് മഞ്ഞളിക്കുന്നവളൊന്നും അല്ല ഈ ഗോമതി എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും ഫ്യൂസ് പോയി ബൾബ് പോലെ ചേച്ചിരിക്കുന്നത് അത് പറയാൻ പറഞ്ഞു ധർമ്മൻ. ഞാൻ വിചാരിച്ചത് ആനന്ദിൻ്റെ കല്യാണം പ്രമാണിച്ച് ബാലേട്ടൻ ബുക്ക് ചെയ്ത കാറാണെന്നാണ് എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറയുക കേട്ടോ. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ മോന് വെറുതെ പ്രതീക്ഷയും കൊടുത്തു. അപ്പോൾ അതൊന്നും സാരമില്ലമ്മേ എന്ന് ആനന്ദ്. ഓ അപ്പം ആനന്ദ് ഫ്യൂസ് അടിച്ചങ്ങ് ഇരിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം, എടാ ധർമ്മ അവനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഗോമതി. ഇതിപ്പം ഞാൻ അറിയാതെ ഒരു കാറിൻ്റെ വിവരം ഒന്ന് തിരക്കിപ്പോയി, അതിന് അവർ ഇങ്ങനത്തെ ഒരു പണി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു ചായ ആയിട്ട് വന്നു. ഇനിയിപ്പോൾ ഇത് കുടിച്ചിട്ടാവാം ചർച്ച എന്നും പറഞ്ഞു. ഇത് അച്ഛാ ഇത് കുടിക്കുന്നു പറഞ്ഞു. അമ്മയ്ക്കും കൊടുത്തു, ഓരോരുത്തർക്ക് മീനു ചായ കൊടുത്തു. അമ്മയ്ക്ക് ഇനിയിപ്പോൾ ആനന്ദേട്ടനെ കാറിൽ കയറ്റിയാലേ തൃപ്തിയാകൂ എന്ന് ആകാശ് പറഞ്ഞു. മതി നിർത്തിക്കോ, ആക്കണ്ടെന്ന് പറഞ്ഞു ഗോമതി. ഒരു വിഷയം കിട്ടാൻ നോക്കിയിരിക്കുക, കളിയാക്കാനെന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അപ്പോൾ ആരോ വന്നിട്ടുണ്ട്, ആളാം വീതം പോയി നോക്കുന്നു പറഞ്ഞുകൊണ്ട് വഴക്കാം. അപ്പം നിനക്കല്ലേ എല്ലാവരെയും കാണാനൊക്കെ അത് നീ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടു. ആ സമയത്ത് നമ്മുടെ ബാലൻ ചെന്ന് വാതിൽ തുറന്നു. ബാലൻ വാതിൽ തുറന്നപ്പോൾ നമ്മുടെ ആരിൻ്റെ വീട്ടിൽ വന്ന ആ സാറാണ് വന്നത്. അപ്പോൾ മിസ്റ്റർ ബാലൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചപ്പം, അതന്നെയെന്ന് പറഞ്ഞു. അവരെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ വീട് ഇതൊക്കെ തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ കാർ എടുക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല, പോയാട്ടെ എന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാർ എടുക്കാൻ ഉദ്ദേശമില്ലെന്നു. അതിന് ആര് ചോദിച്ചു അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോയെന്ന്? അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ മിസ്റ്റർ എന്ന് ചോദിച്ചപ്പോഴേക്കും ബാലൻ ഇങ്ങനെ വല്ലാതെ നിൽക്കുക. ഞാൻ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ആണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ചാടി എഴുന്നേറ്റു. ആര്യൻ്റെ പേരൻസിനെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ സോറി ക്ഷമിക്കണം സാർ, വരണം സാർ, അകത്തേക്ക് വന്നാട്ടെ, വരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുക. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു വീടും ഇത്രയും കുടുംബമൊക്കെ ആര്യനുണ്ടെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്നാൽ സാർ ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല ഇവർക്ക്. അതെന്താ സാർ, അമ്മ വലിയ കുഴപ്പമുണ്ടാക്കിയോ? സ്വന്തം മകൻ ഒരു കുഴപ്പക്കാരനാണെന്നാണോ ബാലൻ്റെ വിശ്വാസം എന്നിങ്ങനെ ആ സാർ വന്ന് ചോദിക്കുക. അയ്യോ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണെന്ന്
പറയേണ്ടി വരുമെന്ന് ബാലൻ. അത് നിങ്ങളുടെ അഭിപ്രായമാണെന്ന് സാറും. അതുകൊണ്ടാണല്ലോ അവനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോഴേ എന്തോ കുഴപ്പം ഉണ്ടായി എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറി വന്നിട്ട് ബാലനോട് ആരിനെ പറ്റി പറയുന്ന കാര്യമൊക്കെ കേട്ട് ഇവർ അന്തമിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവനെക്കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് സർ എന്ന് ബാലൻ അദ്ദേഹത്തിനോട് പറയുക. ചെറുപ്പം മുതൽ അനുസരണയില്ലാതെ വഴക്കും കൂടി തല്ലുണ്ടാക്കി നടക്കുന്ന ഒരുവനവൻ. ആരെയും പേടിയോ അല്ലെങ്കിൽ വകവയ്ക്കലോ ഒന്നുമില്ല എന്ന് പറയുമ്പം ആര്യൻ്റെ അമ്മയ്ക്ക് മോനെ പറ്റി അങ്ങനെയാണോ അഭിപ്രായം എന്ന് അദ്ദേഹം ചോദിക്കുമ്പം ഗോമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. എന്താണ് പറയേണ്ടത്? അപ്പോൾ ബാലേട്ടനെ താക്കാൻ പാടില്ലല്ലോ. ഗോമതി ഇങ്ങനെ ബാലനെ നോക്കുന്നു, മക്കളെ നോക്കുന്നു, എല്ലാവരും നോക്കി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.